ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് സോസേജ് ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് സോസേജ് അല്ല, ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സോസേജ് എല്ലാം റൗണ്ട് ഷേപ്പിലൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5-8 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ മുളക് പൊടിയും മസാലയും എല്ലാം ചേർത്ത് മീൻ വറുക്കുന്ന പോലെയും വറുത്തെടുക്കാം. പക്ഷേ അങ്ങനെ ഞാൻ കൂടുതലും ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ഗ്രേവി ആക്കിയിട്ടാണ് വെക്കാറ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഏതിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാത്തിനും കഴിക്കാം കേട്ടോ. എരിവൊക്കെ കൂടുതലിട്ട് കഴിക്കുവാണെങ്കിൽ ചോറിനും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു 2 കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് ഈ സോസേജ് കൂടെ അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നന്നായി റോസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ആ പാനിൽ തന്നെ ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ സവാള എടുക്കുക. സവാളയുടെ ഒപ്പം ഒരു 4-5 പച്ചമുളകും കൂടെ ഞാൻ ഇട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ബട്ടറിലോട്ട് ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഒന്ന് വഴണ്ടി വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല കൂടെ ചേർക്കുക. ആദ്യം ഇട്ടത് ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. മുളക് പൊടി ചേർത്തിട്ടില്ല, കാരണം മുളക് ആവശ്യത്തിന് എരിവുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല, കാശ്മീരി ചില്ലിയാണ്. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സോസേജ് കൂടെ അതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിന് പച്ചമണമൊക്കെ പോയി ഇങ്ങനെ വറ്റിയൊരു തിക്നെസ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ ഗ്രേവിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. ഇനി അതിലോട്ട് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ. അതുകൂടെ ഒഴിച്ച് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് വിതറി കൊടുക്കുക. അപ്പം മുളക് പൊടി ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ പച്ചമുളക് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാണ്ടിരുന്നത്. പകരം കാശ്മീരി ചില്ലി. ഇനി നല്ല എരിവ് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പം സോസേജും ചപ്പാത്തിയായിരുന്നു. പിന്നെ ചോറിനും എന്തിനു വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ. എരിവ് കൂടുതലിട്ടിട്ട് ചോറിനൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തൊരു കറിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.